ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് മുരിങ്ങയില കൊണ്ടുള്ള വിഭവത്തിൻ്റെ മൂന്നാമത്തെ റെസിപ്പിയായ മുരിങ്ങയില തീയലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഡിഷ് അധികം ആരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. വളരെ സ്വാദിഷ്ടമായ രീതിയിൽ നമുക്കെങ്ങനെ മുരിങ്ങയില തീയൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ തോന്നുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അരക്കപ്പ് തേങ്ങ ചേർത്ത് ഇളക്കി അതിനോടൊപ്പം കുറച്ച് ഓയിൽ കൂടി ചേർക്കാം. തേങ്ങ ചെറുതായി വാടി വരുമ്പോൾ 6-7 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് തേങ്ങ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് എരിവിനനുസരിച്ച് ചേർക്കാം. വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചെറുതായി പൊടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. അതിലേക്ക് 10-15 ചെറിയ ഉള്ളി നെടുകെ മുറിച്ചത് ചേർക്കാം. അതൊന്ന് വാടി വന്ന ശേഷം 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. അതിനോടൊപ്പം മുരിങ്ങയിലയും ചേർത്ത് കൊടുക്കുക. 2-3 മിനിറ്റ് ഇളക്കി മുരിങ്ങയില നന്നായി വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. മുരിങ്ങയില നന്നായി മൂത്ത് വന്ന ശേഷം അതിലേക്ക് അരച്ചു വെച്ച ചേരുവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കാം. ഒരു ചെറിയ നാരങ്ങ വലിപ്പമുള്ള വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ച് അത് പിഴിഞ്ഞ നീര് ചേർത്ത് കൊടുക്കാം. പുളിയും എരിവും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണേ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ച്, ഞാനിവിടെ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൂസായ ഗ്രേവിയാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. കറി നന്നായി തിളച്ച് വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടവും പോഷകസമൃദ്ധവുമായ മുരിങ്ങയില തീയൽ റെഡി. ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത 3 മുരിങ്ങയില ഡിഷസിൻ്റെ വീഡിയോ ലിങ്ക് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 7 മുരിങ്ങയില വിഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്